അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പൂജ്യത്തിൽ തുടങ്ങുന്ന ഒരു നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു 9ൻ്റെ ഒരു ട്രിക്ക് ഉണ്ടല്ലോ, ആ ഒരു 9ൻ്റെ ട്രിക്കിൽ ഇത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പൂജ്യത്തിൽ തുടങ്ങുന്ന ഒരു നമ്പർ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് നമ്പറോ ആയിക്കോട്ടെ, 5000 അല്ലെങ്കിൽ 500 എവിടെ അടിച്ച നമ്പർ ആയാലും നമ്മളിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്യുക. അപ്പോൾ 13, 14 എന്നുള്ളത് ഒരെണ്ണം സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഒരുപാട് നമ്പർ ഉണ്ട് എങ്കിലും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്പർ കാണിച്ചു തരാം. സെലക്ട് ചെയ്യാണ് 13, 14. നമ്മളിതിൽ പണ്ടൊരു 9ൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, 9 ആവാൻ നോക്കുന്ന ഒരു ട്രിക്ക്. അതായത് 1 9 ആവാൻ, മനസ്സിലായല്ലോ. 9 ആവാന്നുണ്ടെങ്കിൽ എത്ര വേണം? ഇവിടെ 8 വേണം. ഇവിടെ അതായത് 1 8 9. അതുപോലെ 3ൻ്റെ കൂടെ എത്ര കൂട്ടിയാലും 9 വരും? 6 കൂട്ടുമ്പോഴാണ്. 1ൻ്റെ കൂടെ 8 കൂട്ടുമ്പോൾ 9 വരും. ഇവിടെ 4ൻ്റെ കൂടെ 5 കൂട്ടുമ്പോഴാണ് 9 വരിക. ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇത് ഇവിടെ ഒരു 0 മാത്രം ഇട്ടാൽ മതി, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പർ, അതായത് മിക്കപ്പോഴും നമുക്ക് പണ്ട് നമ്മൾ ഒരു 9ൻ്റെ ട്രിക്ക് പറഞ്ഞപ്പോൾ എല്ലാവരും 86 85 മാത്രം നോക്കി നടക്കുമ്പോൾ കിട്ടുന്നില്ല. അതേസമയം ഇങ്ങനെ നിങ്ങൾ നോക്കി നോക്ക്. അതിന് ശേഷം നിങ്ങൾ നോക്കുക 08 68 അല്ലെങ്കിൽ 08 65 ഇങ്ങനെ ഒരു നമ്പർ സെലക്ട് ചെയ്യുക നിങ്ങൾ. ഓക്കെ, 08 68 അല്ലെങ്കിൽ 08 65. ഇത് നമ്മൾ ഇങ്ങനെ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ റിസൾട്ട് നോക്കിയിട്ട് നാളേക്ക് ഒരിക്കലും അങ്ങനെ നോക്കരുത്, പെട്ടെന്ന് വരണമെന്നില്ല. നമ്മളിപ്പോഴും 4-5 ദിവസം റിസൾട്ടിൻ്റെ ബാക്കിലോട്ട് പോയിട്ട് ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ കണ്ടുവയ്ക്കുക. അങ്ങനെ കണ്ടുവച്ചതിന് ശേഷം ഇങ്ങനെ കണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിത് കണ്ടുവച്ചിട്ടുള്ള നമ്പറാണ്, ഇത് വന്നിട്ടുണ്ടോ വരുന്നില്ല എന്നൊക്കെ ശ്രദ്ധിക്കുക. അതിന് ശേഷം മാത്രമേ നിങ്ങൾ ലോട്ടറി എടുക്കാനൊക്കെ ശ്രമിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയൊരു നമ്പർ 08 68 65 നമുക്കിത് വന്നിട്ടുണ്ടോ നോക്കാം. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ അതിന് ശേഷം വന്നിട്ടുള്ള നമ്പർ ഇതേ 08 65 ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, 08 65 വന്നിട്ടുണ്ട്. പോരാത്തതിന് 08 67 വന്നിട്ടുണ്ട്, കണ്ടല്ലോ. പിന്നെ 08 66 വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡേറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ കാണിച്ചിടാം. അതായത് നമ്മൾ ഈ 13, 14 സെലക്ട് ചെയ്തിട്ടുള്ളത് 27-ാം തീയതിയിലത്തെ ഓണബമ്പറിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഓണബമ്പറിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ട് അതിന് ശേഷം 08 60ൻ്റെ ബ്ലോക്കൊക്കെ വരുന്നത് 27 കഴിഞ്ഞ് 28 29 30 1-ാം തീയതിയാണ് വന്നിട്ടുള്ളത്, കണ്ടല്ലോ. 1-ാം തീയതിയിൽ ഈ നമ്പർ അടിച്ചിട്ടുണ്ട് 08 65. അതിന് ശേഷം പിന്നെ 08 66 വന്നിട്ടുണ്ട്. അതിന് ശേഷം 08 67 വന്നിട്ടുണ്ട്. അപ്പോഴും 08 68 വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ സെലക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 0ത്തിൽ തുടങ്ങുന്ന ഒരു നമ്പർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഒരുപാട് നമ്പർ കാണിച്ചിരുന്നില്ല, ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.